ലോണും ഓൾമോസ്റ്റ് ഒരു 5.5 വരെ എന്തായാലും 5.5 വരെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയൊരു പൈസ മതി അല്ലേ? ഇത് 460 മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. 17 അല്ലേ? എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. 7,10,000 രൂപ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. ഇത് എത്ര ഓടിയുണ്ട്? ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ. 50. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി കണ്ണും പൂട്ടി മേടിക്കാം, ഒരു കംപ്ലൈന്റ് വരില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. ഈ 16 വണ്ടിയൊക്കെ ലോ കിലോമീറ്റർ കിട്ടുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അതായത് 56,000 എന്നൊക്കെ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. അതും 15 മോഡലല്ല. 4 പുതിയ ടയറാണ്, ഇൻഷുറൻസ് പുതിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വലിയ വണ്ടികൾ. സാധാരണ നമ്മൾ ഈ ഒരു ഷോറൂമിൽ കൂടുതലും കാണിക്കാറുള്ളത് ചെറിയ വണ്ടികളായിരുന്നു, അതായത് കുറച്ച് പ്രൈസ് റേഞ്ച് ഒക്കെ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ചധികം വണ്ടികളെല്ലാം ഒരു 5 ലക്ഷം രൂപയുടെ മുകളിലോട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഞാനെന്നുള്ളത് ഓട്ടോ വെഞ്ചറിലാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോ വെഞ്ചറാണ് കേട്ടോ. ഇവരുടെ തന്നെ കൊടുവള്ളിയിലുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇവിടെ ഉള്ളതിൽ കൂടുതലും നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ കൂടുതലും വലിയ വണ്ടികളാണ്. ഫോർച്യൂണർ, അതുപോലെ തന്നെ എക്കോസ്പോർട്ട്, പിന്നെ കുറച്ച് പ്രൈസ് റേഞ്ച് കയറിയ വണ്ടികളാണ് കേട്ടോ മിക്കവാറും വണ്ടികൾ. അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ്ഡ് കാർ ആരെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയറും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നിതിൻ ബ്രോ ആണ്. നമസ്കാരം. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് മൂപ്പര് നിൽക്കുന്നത് അല്ല? എപ്പോഴും ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാർ സ്റ്റാഫാണ് ഉണ്ടാവാറ്. അതെ, അവരൊക്കെ ലീവാണ്. അപ്പോൾ എന്തായാലും പുള്ളിയാണ് ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ കുറഞ്ഞാണോ? പ്രൈസ് റേഞ്ച് മോഡൽ കുറഞ്ഞ വണ്ടികൾ ഇപ്പോൾ കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോൾ കുറച്ച് റേഞ്ച് കൂടിയ വണ്ടികളേ ഉള്ളൂ നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നമ്മൾ എടുക്കാനായിട്ടല്ല, വണ്ടി കിട്ടാനായിട്ടാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പക്ഷേ ഈ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രീമിയം എന്നല്ല പറയുന്നത്, 5 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ബഡ്ജറ്റിലുള്ള വണ്ടികളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ആ ഒരു വളരെ കുറേ ചെറിയ സ്റ്റോക്കേ ഉള്ളൂ, ചെറിയ വണ്ടികൾ. അപ്പോൾ എന്തായാലും ആ ഒരു ബഡ്ജറ്റിലുള്ള വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വണ്ടികളുടെ ഒന്ന് നോക്കിക്കോളൂ. പക്ഷേ കുറഞ്ഞ വിലയിലുള്ള കുറച്ച് വണ്ടികൾ ഒട്ടുമില്ല എന്നല്ല കേട്ടോ, കുറച്ചെണ്ണം ഉണ്ട്, അതും കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഈ സിറ്റി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. സിറ്റി ഏതാ മോഡൽ? 2016 മോഡലാണ്. 16 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ബേസിന്റെ മുകളിലായിട്ട് വരുന്നത് SB ആണ്. അതെ അതെ. ഓക്കെ, ഈ ശരിക്കും എസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് പറയുന്ന വണ്ടിയല്ലേ? അതെ അതെ അതെ. ഇതിനകത്ത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് ഉണ്ടാവും, ABS ഉണ്ടാവും, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ വിൻഡോ, AC 4 ഡോർ വരുന്നതാണല്ലോ. പിന്നെ അതുകൂടാതെ ഡിസ്പ്ലേ നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്, അതന്നെ ഫെദർ ടച്ച് ഡിസ്പ്ലേ ആണ്. കുറെ കാര്യങ്ങളുണ്ട്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഓപ്ഷൻ വണ്ടി മാറ്റമുള്ളത്. അതെ, അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. നിലവിൽ അലോയിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവും. ബേസിക്കലി വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. മോഡൽ 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. എത്ര ഓട്ടം? കിലോമീറ്റർ 68. സർവീസ് കൊടുക്കാമല്ലോ അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ്. അതായത് 2016 അപേക്ഷിച്ച് 68 എന്ന് പറഞ്ഞാൽ വളരെ കിലോമീറ്റർ. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഓവറോൾ നല്ല ക്ലീൻ വണ്ടി അല്ലേ? പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അതെ അതെ, അതൊക്കെ വേണേൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, ഒന്ന് പോളിഷും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ 100ൽ 100 ക്ലീൻ ആക്കിയിട്ടേ തരുള്ളൂ. ടയർ മോശമില്ല കേട്ടോ, ഒരു 60% പ്രതീക്ഷ മതി, കാര്യമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇത് നമ്മൾ 570 ആണ് റേറ്റ് ഇട്ടത്, 570. 2016 മോഡല് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ തോതിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന എന്താ അറിയോ, ഇപ്പൊ ഞങ്ങളിപ്പോ ഈ OLX-ലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാളും കൂടുതലാണ് പ്രൈസ് ഇട്ട്. വീഡിയോനകത്ത് നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഈ കമന്റ് ഒക്കെ വരുന്ന സമയത്ത് വില കൂടുതലാണെന്നുള്ള കമന്റുകളുണ്ട്. പക്ഷേ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വരും. അതിനായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അതെ, ഇതിൽ വേറെ കാര്യം എന്താ അറിയോ, നമ്മുടെ ഈ വണ്ടി വന്ന് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ എന്നാണ് നമ്മളൊരു അഭിപ്രായം. അതെന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു മടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് മൈൻഡ് ആക്കാറില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് വില കൂടുതലാണെന്ന് കമന്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ മീൻസ് ഈ മോഡലിൽ തന്നെ വണ്ടി കുറച്ച് മോശമാകുന്ന സമയത്ത് വില കുറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഓണർഷിപ്പ് തേർഡാവും, ഫോർത്താവും, ചിലപ്പോൾ വേറെ അതായത് കിലോമീറ്റർ കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ മോഡൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് വില കൂടുതലായിട്ട് തോന്നും. പക്ഷെ വണ്ടി വന്ന് കാണുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വ്യത്യാസം. വീഡിയോയിൽ തന്നെ ഒരുപാട് വണ്ടികൾ നമ്മൾ വിറ്റിട്ടുണ്ട്. പിന്നെ അതായത് ഞാൻ പറഞ്ഞത്, അതായത് ഈ കമന്റ് ഇടുന്നവര് കമന്റ് ഇട്ടോണ്ടേ ഇരിക്കും. അതെ അതെ, ജെനുവിൻ ആയിട്ടൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് വാങ്ങിക്കും. അതാണ് അതിന്റെ സത്യാവസ്ഥ. പിന്നെ വേറൊരു ഒരു കക്ഷി കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടത് ഞാൻ കണ്ടത്. ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, പിന്നെ എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഞാൻ കൂടുതലായും ഷോറൂമുകാരുടെ സൈഡിലാണ് സംസാരിക്കുന്നത്, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കാറില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഒരു കമന്റ് കണ്ടു. പക്ഷെ
അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വണ്ടിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതിലാണെങ്കിലും സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ ഒന്നുമില്ല. അപ്പോൾ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരുടെ ഒരു മുതൽ എനിക്ക് ഒരിക്കലും മോശമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ തന്നെ ഓടിക്കൂലേ അല്ലേ? ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇവിടെ പൊട്ടലുണ്ട് ചീറ്റലുണ്ട് എന്നൊക്കെ എനിക്ക് വെറുതെ പറയാൻ ഒരിക്കലും പറ്റൂല. അതൊരു ഫാക്റ്റാണ് അല്ലേ? അപ്പോൾ നല്ല വണ്ടിയാണെങ്കിൽ നല്ല വണ്ടിയാണ്, ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോൾ മോശമാണ്, ഇപ്പോൾ നമ്മൾ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അങ്ങനെയും പറയും അല്ലേ? അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കമന്റ് ഇടുന്നവർ. അതൊരു അപേക്ഷയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിക്കോളൂ. 560 അല്ലേ? 570 റേറ്റ് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ലോണൊക്കെ കയറും. ഒരു മാക്സിമം ഒരു 4.5 5 lakhിന്റെ ഉള്ളിൽ തന്നെ ലോൺ കയറും അല്ലേ? ഒരു 1 lakh IP ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ബാക്കിയുള്ളതൊക്കെ. അതുപോലെ തന്നെ ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2020 മോഡലാണ്. 20 സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 50 ഓടി. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസും വാലിഡ് ആയിട്ടുള്ള VXI ആണോ? VXI ആണല്ലേ? ഓക്കെ. ഈ 50,000 ജെനുവിൻ കിലോമീറ്റർ ആണ്? ജെനുവിൻ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇതിലില്ല, റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു പരിധി വരെയുള്ള വണ്ടികളൊക്കെ ഹിസ്റ്ററി ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ചെയ്യുന്ന വണ്ടികളാണ്. അതായത് കസ്റ്റമർക്ക് നമുക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതെന്തായാലും ഇവര് എടുത്തു വെക്കും. എല്ലാ വണ്ടികളും ഞങ്ങൾ ഹിസ്റ്ററി എടുത്തിട്ട് തന്നെയാണ് എടുക്കാറ്. ഈ VXI ആയതുകൊണ്ട് പക്ഷേ ഇതിന്റെ നല്ല അടിപൊളി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ തന്നെ ചെയ്തു തന്നു. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, കാര്യമായ ഒരു പ്രശ്നമില്ല, ക്ലീൻ വണ്ടി. ഓട്ടോ എത്ര? 50 അല്ല? 50,000 കിലോമീറ്റർ. ഓക്കെ, അതിന്റെ ഹിസ്റ്ററി എടുത്തു തരും. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ഉണ്ട്. നമുക്ക് പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇത് നമ്മൾ 625 റേറ്റ്. 625 2020 മോഡൽ B6 ആണ്. 20 ആണല്ലേ? ഓക്കെ. അതായത് ഈ ഒന്ന് 4 മാസം എങ്ങാണ്ട് ഡെലിവറി വന്നതാണ് അല്ലേ? ആ സ്റ്റിക്കർ കുറച്ച് കാണുന്നില്ല കേട്ടോ. എന്തായാലും 20 ആണ്. 2020 മോഡൽ വണ്ടി, 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നിങ്ങൾക്ക് 5,06,25 അല്ലേ? നെഗോഷ്യബിൾ ആവൂല അത്? മാറ്റം വരുന്നത്. ലോണും ഓൾമോസ്റ്റ് ഒരു 5.5 വരെ എന്തായാലും 5.5 വരെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയൊരു പൈസ മതി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു സ്വിഫ്റ്റ് ആണെങ്കിലും മാനുവൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ഇവിടെ ഒരു ടിയാഗോ ഉണ്ടല്ലോ. ടിയാഗോ ഏതാ മോഡല്? 2017 മോഡലാണ്. 17 ആണ്. 2017 പെട്രോൾ വണ്ടി. എക്സെഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 46,000 കിലോമീറ്റർ. ഓക്കെ, എക്സെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ വരും. അന്ന് ഈ എക്സെഡ് ആണല്ലോ. എക്സെഡ് പ്ലസ് അന്ന് വന്നിട്ടില്ല. അതെ അതെ. പിന്നെ അതിന്റെ അകത്ത് ബാക്ക് ടയർ 80%, ഫ്രണ്ടിൽ ഒരു 95% ടയർ ഉണ്ട്. അതെ അതെ. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുന്നേ സർവീസ് കഴിഞ്ഞിറങ്ങിയാണ് അല്ലേ? ഒരു 1000 കിലോമീറ്ററൊക്കെ സർവീസ് റേഷൻ ഓടിയിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കൊടുക്കാം. ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ, അത് ഞങ്ങൾ ഓൾറെഡി പുള്ളി പറഞ്ഞു ഇവിടെ എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന്. എന്നാലും ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. വേറെ ഒരു അപാകതയും ഇല്ല. വേറെ അതായത് മേജർ ആക്സിഡന്റ്, ചെറിയ പെയിന്റ് ടച്ചപ്പ് എന്നുള്ളതല്ലാതെ ഞങ്ങൾ എടുത്തതിന് ശേഷം 1-2 ടച്ചപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേജർ ആയിട്ടൊന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പെയിന്റ് ടച്ചപ്പ് എന്ന് പറയുന്ന ഒരു വണ്ടിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, ടച്ചപ്പ് വന്നാൽ തന്നെ. പിന്നെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഓടുന്ന ഒരു വണ്ടിക്ക് ടച്ചപ്പ് ഇല്ലെങ്കിൽ അത് അത്ഭുതം എന്നേ പറയാനുള്ളൂ അല്ലേ? പിന്നെ വേറെ അപാകതകളൊന്നും ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ എല്ലാ ഷോറൂമുകളും തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പരിധി വരെ എല്ലാ ഷോറൂം ഉണ്ട്. ടാറ്റ ഉണ്ട്, അതേപോലെ തന്നെ മാരുതി ഉണ്ട്, ഹുണ്ടായി, എല്ലാ ഷോറൂമുകളും ഉണ്ട്. ഞങ്ങൾ എല്ലാ കസ്റ്റമർ അടുത്തും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വണ്ടി ഫിസിക്കലി കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. എല്ലാ വണ്ടിക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കും. എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ആക്സസിബിൾ ആണ്. അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ. എന്താ വില വരുന്നത്? ഇത് 460 മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. 17 അല്ലേ? 4,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. അതായത് അന്നത്തെ 4-star റേറ്റിംഗ് വന്ന വണ്ടിയാണ്. 4 ലക്ഷം രൂപ കൺഫേം ലോൺ അല്ലേ? 4 ലക്ഷം എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. 4 ലക്ഷം രൂപ ലോണിൽ 60,000 രൂപ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഇനി ടെറാനോ ആണെങ്കിലോ? ടെറാനോ 2017 മോഡലാണ്. 17 ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വളരെ കുറവാണ്. ഡീസൽ AMT ആണല്ലേ? ഡീസൽ AMT നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് ഉണ്ടാവും. ഇത് 110 ആണോ? 110 അല്ലേ വരുള്ളൂ? ഓക്കെ, അപ്പോൾ 110 വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലേശം മൈലേജ് കുറവായിരിക്കും. നമ്മൾ മൈലേജ് എന്താ പറയുക, 85നെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. എന്നാലും ഒരു 16-17 കിലോമീറ്ററിന് മുകളിലായിട്ട് എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും അല്ലേ? പിന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ടൈമിംഗ് ബെൽറ്റ് വരെ മാറിയതാണ് അല്ലേ? കിലോമീറ്റർ 71 ഓൾമോസ്റ്റ് ഒരു മേജർ സർവീസ് ചെയ്താണ്. അതെന്ന് വെച്ചാൽ കിലോമീറ്റർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്ത് വരുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ. 2017 മോഡൽ. 17 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇത് XV ആണെന്ന് തോന്നുന്നു. XV പ്രീമിയം. അതായത് ബട്ടൺ സ്റ്റാർട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ അറിയാലോ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ വളരെ കുറവാണ്. അപ്പൊ മൈലേജും വേണം, അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക്കും ആവണമെന്ന് തോന്നുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു ഓപ്ഷൻ. അതായത് കുറച്ച് വലിയ വണ്ടിയും കൂടി വേണം. പിന്നെ ഇപ്പൊ നമുക്ക്
ഡീസൽ ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ ഈ ഫോർച്യൂണർ ക്രിസ്റ്റ പോലുള്ള വലിയ വണ്ടികളാണല്ലോ ഉണ്ടാവുക. അതെ അതെ അതല്ലാതെ ഉണ്ട് ഉണ്ട്. പക്ഷെ ആ ഒരു മിഡിൽ റേഞ്ച് ഒരു ഇതിന്റെ താഴെ വരുന്ന വണ്ടികളിൽ നല്ല ഓപ്ഷൻ. അതെ അതെ. പിന്നെ നിസാനാണ്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രൈസ് എത്ര വരും? പ്രൈസ് നമ്മൾ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് 710 ആണ്. 710. ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കുറേ ഉണ്ടാണല്ലോ അല്ലേ? ഓക്കെ, 6 സംതിങ്ങിനൊക്കെ കിട്ടേണ്ടതാണ് അല്ലേ? ചെയ്തു കൊടുക്കാം. അതിന്റെ താഴേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. ലോണും ഇതിനൊക്കെ എന്താ പറയുക, ഈ മോഡൽ ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്ഷൻ ആയതിനെ കൊണ്ട് 70% വരെയൊക്കെയാണ് മോഡൽ എന്തായാലും മാക്സിമം ഫണ്ടിങ് ഉണ്ടാവില്ല എന്നുള്ളൂ. 1.5 ലക്ഷം രൂപ കൊണ്ടുപോകാം. അത് വേണം. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു എറ്റിയോസും കൂടി കാണിച്ചു തരാം. എറ്റിയോസ് നമ്മുടെ ജി എന്ന് പറയുന്ന വേരിയന്റ് ആണ് അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. പെട്രോൾ ആകുമ്പോൾ ഒരു ഗുണം, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, പക്ഷെ മൈലേജ് കുറവാണ്. മൈലേജ് ഒരു നമ്മൾ നോർമലി ഒരു ഡിസയർ അങ്ങനത്തെ ഒരു കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള മൈലേജ് ഉണ്ടാവും. അതായത് 12 മുതൽ 15 വരെ. ഇതിന് മൈലേജ് കുറവെന്ന് ആൾക്കാർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡീസലിന് ഭയങ്കര മൈലേജ് ആയതുകൊണ്ട് മൈലേജ് ഉള്ളതിനെ കൊണ്ടാണ് പെട്രോളിന് മൈലേജ് കുറവെന്ന് പറയുന്നത്. അതായത് ഒരു മൈലേജ് ഷോട്ട് ഉള്ള വണ്ടിയല്ല. അതെ, അതാ ഞാൻ പറഞ്ഞത് 12 മുതൽ 15 വരെ കിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്. നോർമലി വേരിയന്റ് സെഡാൻ വണ്ടികൾ ഏതാണെന്നുണ്ടെങ്കിലും അത്രയാണ് മൈലേജ് കിട്ടുള്ളൂ. അതെ അതെ അതെ. പിന്നെ ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2016 മോഡൽ. എത്ര ഓടിയുണ്ട്? സിംഗിൾ ഓണർ ആണ്. 70,000 കിലോമീറ്റർ. 70,000 ഒന്നും ടൊയോട്ടയെ സംബന്ധിച്ച് ഒരു കിലോമീറ്ററേ അല്ല. കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിലവിലൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതും റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആ കമ്പനി വന്നതാണ്, മോശമില്ലാത്ത കണ്ടീഷൻ ചെയ്തിട്ടില്ല. ഇത് എന്താ പറയാ, വണ്ടി ഇറങ്ങി ആ സ്റ്റോക്ക് കണ്ടീഷനിൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ടയർ, സെക്കൻഡ് ടയർ ഏകദേശം തീരാനായിട്ടുണ്ട്. ടയർ ഓൾമോസ്റ്റ് കുറവാണ്. അതെ അതെ. മാക്സിമം നിങ്ങൾക്ക് ഒരു 10,000-3000 കിലോമീറ്റർ വണ്ടി ഇത് ഓടിക്കാൻ പറ്റും ടയറിൽ. നിങ്ങൾ കുറച്ചുകൂടി ഉണ്ടാവും. ഫ്രണ്ട് ടയർ ഓൾമോസ്റ്റ് മാറേണ്ടി വരും. അതെ അതെ അതെ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 465 റേറ്റ്. 465 അല്ലേ? ഓക്കെ. അതായത് 2016 വണ്ടി 4,65,000 രൂപ. ലോ കിലോമീറ്റർ വണ്ടി 16 വണ്ടിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടി 4,60,000 രൂപ അല്ലേ? ഓക്കെ. മാക്സിമം കുറച്ച് തരും കേട്ടോ. ഇത് നോക്കിക്കോളൂ, അത് ക്വാളിറ്റി ഉണ്ട് വണ്ടി, അതുകൊണ്ടാണ്. ഇനി ഒരു എക്കോ സ്പോർട്ട് ആണെങ്കിലോ? ഇത് 2014 മോഡൽ ട്രെൻഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്. 14 അല്ലേ? അതെ അതെ. പിന്നെ ഡീസലാണ്. 76,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഈ ട്രെൻഡ് പ്ലസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബേസിന്റെ മേലെ വരും അല്ലേ? അല്ല, ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയത്തിന്റെ തൊട്ട് താഴെ. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. അതെ അതെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ഇതിനും ലേശം കുറവാണ് കേട്ടോ. ടയർ ഇതും ഓൾമോസ്റ്റ് മാറാനായിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ആക്ഷൻ റീപ്ലേസ്മെന്റ് ഇല്ല, ഇതിനും റീപ്ലേസ് കാര്യങ്ങളും. ഈ കിലോമീറ്റർ ഈ 70 ഒക്കെ ജെനുവിൻ ആണോ ഇതിന്? ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തതിനു ശേഷം എടുത്താണ്. പിന്നെ ഈ സെക്കൻഡ് ഓണർ ഫസ്റ്റ് ഓണർ ഫ്രണ്ട് തന്നെയായിരുന്നു. അവര് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ രണ്ടാമത് എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. സെക്കൻഡ് ഓണറിലാണ്. ഓക്കെ. കാര്യമായ ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് ഈ 16 വണ്ടിയൊക്കെ ലോ കിലോമീറ്റർ കിട്ടുക എന്ന് പറയുന്നത് കഷ്ടമാണ് അല്ലേ? എക്കോസ്പോർട്ടൊക്കെ ഇപ്പൊ നമ്മളെടുത്ത് തന്നെ 18 മോഡൽ ഉണ്ട്. 1.15 ഓടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കിലോമീറ്റർ എന്തായാലും ഓടാറുണ്ട്. ഇതിപ്പോ ഒരു ലോ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു വൃത്തിയുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 4 ടയർ ഇടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ബാക്കി നോക്കാം അല്ലേ? ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമ്മൾ 460 റേറ്റ് ഇട്ടിരിക്കുന്നത്. 460. അതായത് 2016 ലോ കിലോമീറ്റർ ഡീസൽ മൈലേജ് ഉള്ള എക്കോസ്പോർട്ട് 4,60,000 രൂപ. ഒരു 4 രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? 4 രൂപയ്ക്ക് കയറും. ഒരു 60,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ 4 രൂപ കയറും എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ വെച്ചിട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും സിവിൽ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങൾ 4 രൂപ ലോൺ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ പറ്റില്ല. അല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ 4 രൂപ ലോൺ പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് കിട്ടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്യുക. ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് സിബിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു പ്രശ്നമില്ലെങ്കിൽ മാത്രമേ ഈ പൈസ ലോൺ കിട്ടുള്ളൂ. അതൊന്ന് എക്സ്ട്രാ പറഞ്ഞേ ഉള്ളൂ. സിബിലുള്ള കസ്റ്റമർക്ക് ലോൺ ചെയ്യുന്ന ബാങ്കുകളുണ്ട്, പക്ഷേ ഫണ്ടിങ് ഇത്ര ഉണ്ടാവില്ല. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇനി ഈ എക്കോസ്പോർട്ട് ആണെങ്കിൽ അത് 2018 മോഡലാണ്. 2018 മോഡൽ. 18 ഓട്ടോ ഒക്കെ എത്രയാ? 1,15,000 കിലോമീറ്റർ ഓടി. 15 ഓടി അല്ലേ? 15 ഓടി. പക്ഷെ ഈ വണ്ടി കയറിയിട്ട് മീറ്ററിൽ നോക്കിയാൽ മാത്രമേ അതറിയൂ എത്ര ഓടിയിട്ടുണ്ടെന്ന്. ഈ വണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒരു വാക്യം വരുന്ന കസ്റ്റമറോട് പോലും നിങ്ങൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന പറയാം. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ എക്കോസ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇതിൽ റീപെയിന്റ് പോലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 പോർഷനിൽ മാത്രമേ ഉള്ളൂ. അത്രയും ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത കസ്റ്റമർ. ഫസ്റ്റ് ഓണർ അല്ലേ?
ഒരു റീപ്ലേസും ഇല്ല, ക്ലീൻ വണ്ടി. റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞല്ലോ, പെയിന്റ് ടച്ചപ്പ് പോലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 പോർഷനുകൾ. പിന്നെ എനിക്ക് ഇത് ടൈറ്റാനിയം ആണോ? ടൈറ്റാനിയം ബട്ടൺ ഷാട്ട് വരുന്ന വണ്ടി അല്ലേ? ടൈറ്റാനിയം പ്ലസ് അല്ല കേട്ടോ, ടൈറ്റാനിയം ആണ്. പ്ലസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 6 എയർ ബാഗ് ഒക്കെ വരും. 6 എയർ ബാഗ് വരും. പിന്നെ 18-19 ശേഷമുള്ള വണ്ടികളാകുമ്പോൾ സൺറൂഫ് വരും. അങ്ങനെയുള്ള വ്യത്യാസം. ഇത് നിലവിൽ സൺറൂഫും ഇല്ല, 6 എയർ ബാഗും ഇല്ല, 2 എയർ ബാഗേ വരുള്ളൂ. വില എത്രയാണ്? സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരും. ഇത് 710 ആണ് നമ്മൾ റേറ്റ്. 710 നേരത്തെ പറഞ്ഞതിന് സെയിം. അല്ല, അത് നമ്മൾ 2014 മോഡൽ അല്ലേ? 14. ആ വണ്ടിക്ക് നമ്മൾ 465 ആയിരുന്നു. സോറി അത് വേറെ വണ്ടിക്കാണ്, മാറിപ്പോയതാ. 710 ഇതിന് ചോദിക്കുന്നത് കുറയാണ്ടോ? ചെയ്തു കൊടുക്കാം, മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 സംതിങ്ങിനൊക്കെ കിട്ടും അല്ലേ? നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെയല്ലോ 7 എങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ മാക്സിമം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലീസ്റ്റ് പ്രൈസ് ആക്കിയിട്ടാണ് വീഡിയോയിൽ പറയാറ്. പിന്നെ ഒരുപാട് കുറേ ഉണ്ടാവില്ല, എന്നാലും മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളൊന്ന് വന്നിട്ട് വണ്ടി ഓടിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഓടിച്ച് നോക്കുക, വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക, ഹിസ്റ്ററി എടുക്കുക, എന്നിട്ട് മാത്രം ഇതിൻ്റെ അകത്ത് വർത്തമാനം പറയാം അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ്. എവറി 10,000 കിലോമീറ്ററിൽ കമ്പനി 10,000 ആവുന്നില്ല, 8,500-9,000 ആവുമ്പോൾ തന്നെ കസ്റ്റമർ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ 12 സർവീസ് ചെയ്തതിന്റെ ഹിസ്റ്ററി ഇന്നുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഇനി ഈ ഡിസൈർ ആണെങ്കിലോ? ഡിസൈർ 2015 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്ന് ZXi പ്ലസ് ഇല്ലാന്ന് തോന്നുന്നു. ZXi പ്ലസ് ഇല്ല. 15 അല്ലേ പറഞ്ഞേ? 15 മോഡൽ. 15 ഓടിയത് എത്രയാ? കിലോമീറ്റർ 56,000 കിലോമീറ്റർ. 56,000 എന്നൊക്കെ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. അതും 15 മോഡലല്ലേ? 4 പുതിയ ടയറാണ്, ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അലോയ്സ് വരും, നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ വരും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ കറക്റ്റ് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. അപകടങ്ങളൊന്നുമില്ല. ഡിക്കി റീപ്ലേസ്ഡ് ആണ്. ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്കി മാത്രം. ഓക്കെ, അപ്പൊ കാര്യമായ ഒരു ഇടിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇടിയാണെങ്കിൽ ഗ്ലാസ് പൊട്ടും. അങ്ങനത്തെ എന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഡിക്കിയിൽ എന്തെങ്കിലും ഒരയുകയോ പോറുകയോ ഒക്കെ ചെയ്താലും, ഇപ്പൊ ലൈൻസ് ആണല്ലോ ഡിക്കിന്റെ മുകളിലൊക്കെ വരിക. ലൈനൊക്കെ കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വൃത്തിയേടാവുമായിരിക്കും ചെയ്യാം. റീപ്ലേസ് ചെയ്യും. പിന്നെ ഒരു പരിധി വരെ ഇപ്പൊ ഈ ഷോറൂമുകളിലൊക്കെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരിത് ലെവലിംഗ് കാര്യത്തിനൊന്നും ഉണ്ടായിരുന്ന സമയത്ത് മാറിയതായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ടൊന്നല്ല. ഹിസ്റ്ററി എടുത്തോളൂ, ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ ടയർ 99% ടയറും ഉണ്ട് കേട്ടോ. പിന്നെ പ്രൈസ് ആണ് കേൾക്കണ്ട, പ്രൈസ് നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്ന പ്രൈസ് 510 ആണ്. 510 അതും നെഗോഷ്യബിൾ ആണ് അല്ലേ? 15 വണ്ടിയുണ്ട്, അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ ആണ്. പ്രൈസ് നല്ലോണം കുറയ്ക്കണം കേട്ടോ. ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇന്നലെ ഒക്കെ ആയിട്ട് സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ലോൺ ഓൾമോസ്റ്റ് ഒരു 4 രൂപ വരെയൊക്കെ എന്തായാലും 4 രൂപയ്ക്ക് എന്തായാലും ചെയ്യാം. പിന്നെ അതിന്റെ മുകളിലേക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. ഞാൻ ഇപ്പോൾ ഈ 15 മോഡൽ VXiക്ക് നമുക്കൊരു ഇവിടെ ഒരു കസ്റ്റമർക്ക് 4,03,000 വരെ ലോൺ ചെയ്തു VXi. അപ്പൊ എന്തായാലും അതിന്റെ മുകളിലേക്ക് ഇതിന് കയറും. പിന്നെ ലോ കിലോമീറ്റർ ആണ്, ZXi ആണ്, വാല്യുവേഷൻ കൂടുതൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോട്ടെ, വന്ന് നോക്കിയിട്ട് കറക്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ ഒരു 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഇത് കൊണ്ടുപോകാം അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെലേറിയും കൂടി കാണിച്ചു തരാം. സെലറി ഏതാ മോഡലൊക്കെ? ഇത് 2014 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 14 മോഡൽ ഓട്ടോമാറ്റിക്, അതായത് സെലേറിന്റെ ഫസ്റ്റ് വണ്ടികളിൽ ഓട്ടോമാറ്റിക്കിലൊന്നും അല്ലേ? ഓക്കെ, 14-ലൊക്കെയാണ് ഇത് ഇറങ്ങി തുടങ്ങിയത്. ഫസ്റ്റ് വന്ന മോഡൽ. അതെ. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? 45,000 കിലോമീറ്റർ ഓടി. 45 ഓടിയിട്ടുള്ളൂ. ജെനുവിനാണോ? കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇപ്പൊ 43 സർവീസ് കഴിഞ്ഞാണല്ലേ? ഓക്കെ, വണ്ടി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റാണ്. നല്ല ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. അതെ. ഡിസംബർ ലാസ്റ്റ് വരെ അങ്ങനെ ഇൻഷുറൻസ് ഉണ്ടല്ലേ? മെയിൻ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ, അതായത് ഫ്രണ്ട് ബമ്പർ ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറുതല്ലാതെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് VXi ആണെന്ന് തോന്നുന്നു. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 വിൻഡോ, സെന്റർ ലോക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനുള്ള സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അലോവീൽ ഇല്ല കേട്ടോ, അലോവീലോ ബാക്കി കാര്യങ്ങളൊന്നും. പക്ഷെ ഓവറോൾ ബോഡി നല്ല ക്ലീൻ ആണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനെന്ത് വില വരും? ഇത് നമ്മൾ 390 ആണ് റേറ്റ് ഇട്ടത്. 390. കുറയാണ്ടോ? വലിയൊരു കുറവുണ്ടാവില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റോക്കിനിടയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ വളരെ കുറച്ചുള്ളൂ. നല്ല എൻക്വയറി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇപ്പൊ ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് വണ്ടികൾ നല്ല വില കൊടുത്തിട്ട് ഇപ്പൊ കിട്ടുന്നുള്ളൂ അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുറയാണ്ടാവില്ല, എന്നാലും മാന്യമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3,90,000 രൂപ. ചെറുതായിട്ടൊരു നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എടുക്കാൻ വേണ്ടി കൺഫേം ആയി എന്ന് കാണുമ്പോൾ അവർ നല്ലോണം കുറച്ച് തരും. അത് വേറെ കാര്യം കേട്ടോ. അതൊക്കെ പറയച്ചിലൊക്കെ പറയും. പിന്നെ ക്ലീൻ വണ്ടി അല്ലേ? അതെ, വണ്ടി ക്ലീൻ. അതും ലോ കിലോമീറ്റർ ആണ്. 14 അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ 5,000 കിലോമീറ്റർ ഓടിയിട്ടില്ല അല്ലേ? ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ. എത്രയും ക്ലീൻ വണ്ടി. അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് അത് ഡീസലാണ്.
ഡീസലാണ്. അതെ അതെ, അടിപൊളി. 2018 മോഡൽ വീഡിയോയാണ്. അതായത് ഇറങ്ങാത്തതുകൊണ്ട് 25 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും. നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്ക് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. കുറച്ച് മാന്യമായിട്ട് ഓടിച്ചാൽ 25 കൺഫേം ആയിട്ടും കിട്ടും. പിന്നെ ഓട്ടോ ഒക്കെ എത്രയാ? 68,000 കിലോമീറ്റർ. ഓ, ഡീസൽ 68,000 ഒക്കെ ജെന്യുവിൻ ആണല്ലോ അല്ലേ? ഇതൊക്കെ എന്താ പറയുക, നമ്മളിപ്പോ വെറുതെ ഒരു കിലോമീറ്റർ പറഞ്ഞിരുന്നതിൽ കാര്യമില്ല. ഈ സർവീസ് ഇന്റർവെൽ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും. പിന്നെ നമ്മള് വെറുതെ ഒരു ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാര്യമില്ല. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറയാം, പിന്നെ 18 അപേക്ഷിച്ച് ഈ പറഞ്ഞ 60 സംതിങ് വളരെ ലോ കിലോമീറ്റർ ആണ് അല്ലേ? സാധാരണ ഞാൻ ഏത് ഡീസൽ വണ്ടി കാണുകയാണെങ്കിലും ഒരു 80 അല്ല, പെട്രോൾ വണ്ടി തന്നെ ഇപ്പൊ നമ്മളെടുത്തുള്ള 2000 രൂപ വണ്ടി 50,000 കിലോമീറ്റർ അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ് അല്ലേ? പിന്നെ ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ. ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. ബോണറ്റ് അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് ബമ്പർ മാറിയിട്ടുണ്ടാവും. അതായത് ബോണറ്റ്, ബമ്പർ, പിന്നെ അതേമാതിരി തന്നെ എന്തൊരു ഗ്രില്ലിന്റെ ഒരു സാധനം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒന്നും ഇമ്പാക്ട് വന്നിട്ടില്ല. ഓക്കെ, മെയിൻ ഗ്ലാസ് ഇത് കമ്പനി ഗ്ലാസ് ആണ്. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിൽ ടയറും ഓൾമോസ്റ്റ് ടയർ ഉണ്ട്, ഒരു 60% മുകളിൽ മേലെ ഉണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാം. കൊണ്ടുപോയാൽ പെട്ടെന്ന് എടുക്കണ്ട. പെട്ടെന്നല്ല, എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 15,000 കിലോമീറ്റർ മിനിമം ഓടാനുള്ള ടയർ അത്യാവശ്യം ഓടും അല്ലേ? അല്ല, വീഡിയോ ആയതുകൊണ്ട് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ മൈലേജ് ആണ്. അതൊരു രക്ഷയില്ലാത്ത മൈലേജ് ആണ്. വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ. വില നമ്മൾ 640 ആണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത്. 18 വണ്ടി അല്ലേ? 18 വണ്ടി ലോ കിലോമീറ്റർ 640 കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? ചെറുതായിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ കുറയാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് കസ്റ്റമർ എടുത്ത് ഈ വണ്ടി ഇങ്ങോട്ട് അവര് വിലക്ക്. ഒന്നാമത് ഇപ്പോൾ ഈ ഒരു മോഡൽ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും പെട്ടെന്ന് ആരും അങ്ങോട്ട് കൊടുക്കുന്നില്ല. കൊടുക്കുന്ന ആൾക്കാർ തന്നെ നല്ല വില കിട്ടുക മാത്രമേ കൊടുക്കൂ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളെടുത്ത് പറഞ്ഞ മാതിരി തന്നെ ഈ എൻക്വയറി സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് കൂട്ടിയെടുത്തതാണ്. അതേമാതിരി തന്നെ റേറ്റ് കൂട്ടി. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കാൻ, അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇത് കൊടുക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ് അല്ലേ? വളരെ ലോ കിലോമീറ്റർ കൂടിയ വണ്ടികൾ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് കൊടുക്കാം. എന്തെങ്കിലും പൈസേന്റെ അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാതെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് മാക്സിമം ഇവരോട് ബാർഗെയിൻ ചെയ്ത് ഏറ്റവും കൂടിയ വിലക്കാണ് അവർ വിൽക്കാൻ. ഇവിടെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ ബാർഗെയിൻ ചെയ്യുന്ന അതേപോലെ തന്നെ ബാർഗെയിൻ ചെയ്തിട്ടാണ് വിൽക്കാൻ വരുന്ന ആൾക്കാരും. അതൊക്കെ ഒരു ഫാക്ട് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഇങ്ങനെ ഒരു നയത്തിൽ അങ്ങ് പോകണം. പിന്നെ എന്താ പറയുക, ഇപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വില അറിയാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളാണ് കാർ24 പോലുള്ള സംഭവങ്ങൾ, പിന്നെ OLX, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 20 യൂസ്ഡ് കാറിന്റെ ഷോറൂം ഉണ്ട്. അപ്പൊ ഇതെല്ലാ സ്ഥലത്തും കയറിയിട്ടാണ് കസ്റ്റമർ വരിക, ഒരു പരിധി വരെയുള്ള ആൾക്കാർ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടി വിൽക്കാൻ നോക്കുന്ന ഒരാള് ശരിക്കും വണ്ടീന്റെ കമ്പാരിറ്റീവ്ലി വില നോക്കുമ്പോൾ ഇതിന് വിൽക്കാൻ വെക്കുന്ന ഒരു 630 ആണെങ്കിൽ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന വില 630 ആയിരിക്കും വരിക. അപ്പോൾ ഈ ഷോറൂമിലൊക്കെ നമ്മൾ വിൽക്കുന്ന, ഞാനിപ്പോ ഈ 640 ചോദിച്ചതിന്റെ ഒക്കെ മുകളിൽ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ വണ്ടി ഒരു 9-9:30 എടുത്തായിരിക്കും. അപ്പൊ അവര് കുറച്ച് കൊടുക്കണതിൽ ഇപ്പൊ ഒരു പരിധി ഉണ്ടാവും. അതാ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഷോറൂമുകാർ ഇവിടെ ഇത്രയും വലിയൊരു സ്ഥാപനം തുറന്നിരിക്കുമ്പോൾ അവർക്കൊരു പ്രോഫിറ്റ് എന്തായാലും വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് സിറ്റിയിൽ ഏത് യൂസ്ഡ് കാറിന്റെ ഷോറൂം കൊണ്ടേ കാണിച്ചാലും എല്ലാവരും വില പറയുന്ന വണ്ടിയാണ് ഈ പറഞ്ഞ റേറ്റ്. അപ്പൊ ചില വണ്ടികൾ ഇപ്പോൾ റയർ ആയിട്ടുള്ള വണ്ടികളൊന്നും ഇപ്പൊ ആരും ഇപ്പൊ ഒരു ഫോർഡിന്റെ എൻഡവർ കൊണ്ടുപോയി ചിലപ്പോൾ എല്ലാവരും ഒന്ന് വില പറഞ്ഞു ചിലപ്പോൾ അതേപോലെ തന്നെ ഈ ബീറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും എടുത്തോണ്ട് അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട് റയർ ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എവിടെ കൊണ്ടുപോയി കാണിച്ചാലും ഫണ്ടാക്കാൻ പറ്റിയ വണ്ടിയാണ്. കംപ്ലൈൻസ് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിൽക്കാനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ട് അപ്പൊ തന്നെ ക്യാഷ് ആക്കി എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പൊ അങ്ങനത്തെ വണ്ടികൾക്ക് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് കൂടും. 6,40,000 രൂപ ഡീസൽ മൈലേജ് ഉള്ള വണ്ടി ഒന്ന് നോക്കിക്കോളൂ. ഇനി ഈ ഒരു ടിയാഗോ ആണെങ്കിലോ? ഇത് 2018 മോഡലാണ്. 18 എനിക്ക് തോന്നുന്നു എക്സെറ്റ് പ്ലസ് ആണെന്ന് തോന്നുന്നു. പ്ലസ് അല്ല, RC-നകത്ത് എക്സെറ്റ് എന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പ്ലസിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതെ. അതായത് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം അല്ലേ? അതെ. മാനുവൽ അല്ലേ? മാനുവൽ ആണ്. 28,000 കിലോമീറ്റർ ഓടിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഓട്ടോ. 28 ഓടിയിട്ടുള്ളൂ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. 28 സെക്കൻഡ് ഓണർഷിപ്പ്. കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അത്യാവശ്യം വണ്ടിയാണെങ്കിലും കാര്യങ്ങളൊക്കെ. പിന്നെ 18 ആണ്, ഒന്നും മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലൊന്നും കാര്യമായ പണികളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവർ കമ്പനി സീറ്റാണൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും. അതെ. എയർ ബാഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. ഹിസ്റ്ററിയൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ? കൊടുത്തു. 22-ലാണ് സർവീസ് കഴിഞ്ഞത്. ഇപ്പൊ സർവീസിനുള്ള ടൈം ആയിട്ടുണ്ട്. കിലോമീറ്റർ 28 ആയിട്ടുള്ളൂ. 32-ലാണ് ചെയ്യേണ്ടത്. പക്ഷെ ടൈം വെച്ച് നോക്കുമ്പോൾ സർവീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഒരു 5,000 രൂപയുടെ സർവീസിന് കോസ്റ്റ് വരും. 5 ഒന്നും വരില്ല, അതിനുള്ളിലേ വരുള്ളൂ. എന്ത് റേറ്റ് വരും?
ഇത് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 470 ആണ്. 470. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു സ്വിഫ്റ്റ് പോലും നിങ്ങൾക്ക് ഈ മോഡലിലുള്ള വണ്ടി ഈ വിലയ്ക്ക് കിട്ടില്ല. കാരണം സ്വിഫ്റ്റിനേക്കാൾ 4 ഇരട്ടി ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ആ സ്വിഫ്റ്റും ഇതും കൂടി കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് പൊടിയെന്നല്ലാണ്ട് ഇതിനൊന്നും പറ്റില്ല. അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ കമ്പാറ്റീവ്ലി ലോ പ്രൈസിൽ കിട്ടുന്ന ഒരു വണ്ടി മിസ് ചെയ്യണ്ട അല്ലേ. ശരിക്കും എനിക്ക് ഇന്നോവ ക്രിസ്റ്റേൻ്റെ ഒരു സീരീസിൽ ഏറ്റവും രസമുള്ള ഒരു കളറല്ലേ ഇത്. അതായത് ഇത് നമ്മുടെ ഒരു മുന്തിരി റെഡ് എന്നൊക്കെ പറയുന്ന അങ്ങനെ പറയാ. ശരിക്കും ഇതിന്റെ എക്സാക്ട് പേരെന്താണെന്ന് ഞാൻ മറന്നു. ഇത് ശരിക്കും ക്രിസ്റ്റ ഏതാ മോഡല്? 2016 മോഡലാണ്. 16 ആണ് ഫസ്റ്റ് വണ്ടി. അതെ അതെ. പക്ഷേ ഇത് കണ്ടാലും ശരിക്കും 16 ആണെന്നും പറയും. ഇത് പോളിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ അറ്റം കിടിലൻ പോളിഷ് ചെയ്ത്, അതായത് ബോഡിയൊക്കെ അങ്ങനെ തിളങ്ങുന്നുണ്ട് കടന്നിട്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തതാണ്. കമ്പനി G4 വരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഇൻബിൽട്ട് അലോയ് വരും. മാറ്റിയിട്ട് ഇപ്പോൾ അഡീഷണൽ അലോയ് ചെയ്താണ്. ഓവറോൾ നല്ല വൃത്തിയുണ്ട്. കളറിന് ചേരുന്ന അലോയ് ആണ്. നല്ല ക്ലീൻ ആണ് കേട്ടോ. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനമില്ല. ഒന്നുമില്ല. കറക്റ്റ് ഒറിജിനൽ കേരള വണ്ടിയല്ലേ? അല്ല, ഇത് ഡൽഹി രജിസ്ട്രേഷൻ. ഡൽഹി ആണല്ലേ, റീ ആണല്ലേ. ഇതിപ്പോ പേപ്പർ ആയോ? ഇല്ല, ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി NOC എടുത്തിട്ട് സിംഗിൾ ഓണറിൽ തന്നെ കിടക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ? 85,000. അത്ര ഓടിയിട്ടുള്ളൂ? ജെനുവിൻ ആണോ? കറക്റ്റ് ജെനുവിൻ. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മുടെ അടുത്തുള്ള കിലോമീറ്റർ ജെനുവിൻ ആണോ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ജെനുവിൻ കിലോമീറ്ററിലെ വണ്ടികളേ ഉള്ളൂ. പക്ഷെ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഈ വണ്ടി നിങ്ങൾ നോക്കിക്കോട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ G4 ഓട്ടോമാറ്റിക് ഇറങ്ങുന്നുണ്ടോ ഇപ്പോൾ വരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റേ ഹൈക്രോസിൽ മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. G4 മാനുവൽ മാത്രമേ ഡീസലിൽ ഇറങ്ങുന്നു. അതാ ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ G4 ഓട്ടോമാറ്റിക് സീരീസിലുള്ള എല്ലാ ആകെ ഈ ക്രിസ്റ്റ എന്ന് പറയുന്ന വേരിയന്റില് മോഡലില് G4 മാനുവൽ മാത്രമാണ് ഡീസലിൽ ഇപ്പൊ ഇറങ്ങുന്നത്. അതും സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക് നിലവിൽ നിർത്തി. പെട്രോൾ ഇതിൽ മാത്രമേ വരൂ. അതായത് ഹൈക്രോസിൽ മാത്രമേ ഇപ്പോൾ ഓട്ടോമാറ്റിക് സെക്ഷൻ വരുന്നുള്ളൂ. ഡീസൽ മാനുവൽ ഇറങ്ങുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഇല്ല. G4 എന്ന് പറയുന്ന ഒറ്റ വേരിയന്റ്. അത് G4 ഇല്ല, Z ഇല്ല, V ഇല്ല, ഒന്നുമില്ല. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കമ്പനി ഈ ക്രിസ്റ്റയിൽ ഇറക്കുന്നില്ല ഡീസലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇപ്പൊ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടെന്ന് വേണേൽ പറയാം അല്ലെ. കേരള വണ്ടിയൊക്കെ ഇപ്പോ 2016 വണ്ടിക്ക് 20 എബോവ് ആണ് ആൾക്കാർ സെല്ലിംഗ് പ്രൈസ് ഇടുന്നത് തന്നെ. കസ്റ്റമർ തന്നെ വില ചോദിക്കുന്നത് 20ന്റെ മുകളിലേക്കാണ്. അതെ അതെ. പിന്നെ 16 മോഡലൊക്കെ അല്ലെ. ഇത് നല്ലോണം കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ? 15 ലക്ഷമാണ് ഞങ്ങൾ NOC റേറ്റ് ഇട്ടത്. ഇതിന് ഓൾമോസ്റ്റ് 220 അടുത്തായിട്ട് ടാക്സ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് 17 ലക്ഷത്തിനടുത്ത്. അതെ അതെ, 17 അടുത്തായിട്ട് റേറ്റ് വരും. പക്ഷേ കേരള മോഡൽ പേപ്പർ ആയിട്ടില്ല. ഇല്ല, അത് സിംഗിൾ ഓണറിൽ തന്നെയാണ് കിടക്കുന്നത്. NOC നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമർ പേരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളൊന്ന് വന്ന് നോക്കുക, വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ പ്രൈസിൽ നിങ്ങൾ എടുത്താൽ മതി. ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ ചിലർ പറയും പ്രൈസ് കൂടുതലാന്ന് പറയും. കാരണം അത് ഇതിലും പ്രൈസ് കുറഞ്ഞ വണ്ടികൾ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇവിടെ വരിക, ഈ വണ്ടി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വിലയ്ക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം എടുത്താൽ അത്ര ഞാൻ പറയും. ഇനിയിപ്പോൾ വില കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ. അതെ അതെ, അത് ഈ വണ്ടീൻ്റെ ഒരു വൃത്തി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും ഓൾമോസ്റ്റ് ഒരു 17 ലക്ഷം രൂപ മറ്റേ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വില വരുന്നൊരു ക്രിസ്റ്റ 16 മോഡൽ ലോ കിലോമീറ്റർ. ആർക്കെങ്കിലും വേണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം ഒരു വെറൈറ്റി കളറിലുള്ള പോളിഷൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ തിളങ്ങുന്നുണ്ട്. ശരിയൊരു ഗ്ലാസ് പോലെ തന്നെ ഉണ്ട് അല്ലേ. സെലേറിയോ ആണ്. സെലേറിയോ ഏതാ മോഡൽ? 2016 മോഡൽ ZXi AMT ആണ്. ഓക്കെ, അതായത് 16 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. പിന്നെ 16 എന്തായാലും അലോവിയിൽ ഉണ്ടാവില്ല. അതിൽ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരും. ഫോട്ടോ വിൻഡോ AC, സെന്റർ ലോക്ക്, എയർ ബാഗ്, അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും. ബാക്ക് ഡീഫോഗർ, അങ്ങനെ സകല സാധനം ബാക്കിയുണ്ട് അല്ലേ. ഒരു അലോവീൽസിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇത് എത്ര ഓടിയുണ്ട് ഓട്ടോമാറ്റിക്? 50,000 കിലോമീറ്റർ. 50. 16 50,000 വലിയ ഓട്ടം ഒന്നും പറയാനില്ല. നോർമലാണ്. ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ. പ്രോപ്പർ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇതിന്റെ ബോണറ്റും മെയിൻ ഗ്ലാസും റീപ്ലേസ് ആണ്. അതിൽ ബോണറ്റ് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് മാറിയതാണ്. ഗ്ലാസ് മാറിയിരിക്കുന്നത് സർവീസ് സെന്ററിൽ സർവീസിന് കൊടുത്ത സമയത്ത് അവരെടുത്ത് നിന്ന് പൊട്ടിയിട്ട് അവർ മാറ്റി കൊടുത്താണ്. അത് കറക്റ്റായിട്ട് ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് സർവീസ് സെന്ററിൽ അവർ സർവീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാരണവശാൽ പൊട്ടിയതാണ്. എന്നിട്ട് അവർ കറക്റ്റായിട്ട് ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആ 2 റീപ്ലേസ്മെന്റ് ഈ വണ്ടിയിലുണ്ട്. പിന്നെ വേറെ കാര്യമായ ഭാഗതകൾ വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ ബോണറ്റ് റീപ്ലേസ് ചെയ്തതും കമ്പനി തന്നെയാണ്. അതും ഹിസ്റ്ററിയിലുണ്ട്. ആ സമയത്തല്ല ഗ്ലാസ് മാറിയത്. ഗ്ലാസ് അതല്ല തന്നെ പിന്നെ ഒരു പ്രാവശ്യം മാറിയതാണ്. അത് ആ സർവീസ് പീരീഡിൽ തന്നെ, അതായത് നമ്മൾ ഈ പെയ്ഡ് സർവീസിന് കൊടുത്ത സമയത്ത് ആ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഡാമേജ് പറ്റി അവർ മാറ്റി കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ഹിസ്റ്ററി നോക്കിക്കോട്ടോ. മാക്സിമം ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി.
പിന്നെ എന്താ വില വരുന്നത്? ഇത് നമ്മൾ 420 പ്രൈസ് ഇട്ടത്. 420 അല്ലേ? 16 വണ്ടി, 16 മോഡൽ ZXi ഓട്ടോമാറ്റിക്. കുറയാനുണ്ടാവുമല്ലോ അല്ലേ? ചെയ്ത് കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് ZXi വണ്ടി കിട്ടും. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നല്ല നീറ്റാണ്, എക്സ്ട്രാ ക്ലീൻ ആണ് അല്ലേ? വണ്ടി ക്ലീൻ ആണ്. അതുപോലെ തന്നെ i20 ആണെങ്കിലോ? i20 2015 മോഡൽ ആസ്റ്റയാണ്. 15 മോഡൽ ആസ്റ്റ, അതായത് 15 ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. എനിക്ക് ഈ ആസ്റ്റയിൽ ശരിക്കും പറഞ്ഞാൽ അലോയിൽ ഉണ്ടാവും. കമ്പനി അലോയ് മാറിയിട്ട് അഡീഷണൽ അലോയ് ചെയ്തതാണ് അല്ലേ? ഓക്കെ, അത് 15 ഇഞ്ച് തന്നെയാണ്. ഇതിൽ കമ്പനി വരുന്നത് 16 ആണ്, പക്ഷേ ഇവർ മാറ്റിയിട്ട് ചെയ്തത് 15ലേക്കാണ്. കമ്പനി വരുന്നത് 15 തന്നെയാണ്. 16 ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമറെ വീട്ടിൽ നിന്ന് ഈ അലോയ് 4 കള്ളം കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് ഇത് മാറിയത്. വണ്ടിയിൽ നിന്ന് ഊരിക്കൊണ്ടുപോയി. അടിപൊളി. എന്നിട്ടാണ് അവർ ഇത് മാറ്റിയിട്ടത്. അതെ അല്ലേ? അതൊരു വല്ലാത്ത വണ്ടി ഇറങ്ങിയിട്ടൊരു, അതായത് ഒരു കല്യാണത്തിന്റെ സമയത്ത് വണ്ടി എടുത്തു. നമ്മൾ പേഴ്സണലി അറിയുന്ന വണ്ടിയാണ്. കല്യാണത്തിന്റെ സമയത്ത് വണ്ടി എടുത്തു. കല്യാണം കഴിഞ്ഞിട്ട് ഇവര് ചെറിയ ഒരു ഔട്ടിംഗ് ആയിട്ട് ഒരു 10 ദിവസം പുറത്ത് പോയ സമയത്ത് വീട്ടിൽ നിന്ന് കല്ല് കയറ്റി വെച്ചിട്ട് സാധനം എടുത്തോണ്ട് പോയി. അമ്മമാരുടെ ടീമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടപ്പം അത് കുറെ മുമ്പായിരിക്കും അല്ലേ? 15 സമയത്തായിരിക്കും. കാരണം അന്ന് CCTV ഒന്നും ഇല്ല. പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 61,000 കിലോമീറ്റർ. 61. പെട്രോൾ ആണല്ലോ? ആസ്റ്റയിൽ എന്താ പറയാ, ബാക്കിയുള്ള അന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്നത്തേല് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇല്ലല്ലോ? ഇല്ല, അത് 2016 വന്നത് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ക്ലീൻ വണ്ടി, ഹിസ്റ്ററിയും കൊടുക്കാം. മാറിയിട്ടുണ്ട്. അത് ആക്സിഡന്റ് അല്ല, അതിന്റെ ഫോട്ടോ വരെ നമ്മളെ കയ്യിലുണ്ട്. ക്രാക്ക് ആയി കിടക്കണ ഫോട്ടോ വരെ കയ്യിലുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇനി ഇതിനെന്താ വില വരുന്നത് കൂടി കേൾക്കട്ടെ. ഇത് നമ്മൾ 530 വില ഇട്ടിരിക്കുന്നത്. 5,30,000. 15 മോഡൽ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. ഇനി ഈ വെന്യൂ ആണെങ്കിലോ? വെന്യൂ 2021 മോഡലാണ്. 21 അണ്ടർ വാറണ്ടിയിലാണ് ഇപ്പോഴും വണ്ടി കിടക്കുന്നത്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സൺറൂഫ് അടക്കം വരുന്ന വേരിയന്റ് ആണ്. ഓപ്ഷനിലല്ല, SX ആണല്ലേ? ഓക്കെ, അലോയ് വീൽസ് വരുന്നില്ല. ഉണ്ടാവില്ല, അത് അലോയ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പാണ്. ആളെ പറ്റിക്കുന്നതാണോ? സൺറൂഫ് വരും. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ഈ 1.2 വരുന്ന പെട്രോൾ വണ്ടിയാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ ആണെങ്കിലും മൈലേജ് നിങ്ങൾ ഒരു 12 മാക്സിമം പ്രതീക്ഷ മതി. അത്രയൊക്കെ ഉണ്ട്. അതിന്റെ മേലേക്ക് നിങ്ങൾക്ക് എന്തായാലും മൈലേജ് കിട്ടൂല. IMT ആണ്. IMT ആണ് അല്ലേ? ഈ IMT എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും വെറുതെ എന്ന് പറയാം. ഗിയർ ഉണ്ടാവും, അതെ, ക്ലച്ച് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് മൈലേജ് ഷോർട്ട് എന്നുള്ളൊരു പ്രശ്നം വരാറുണ്ട്. മാനുവൽ വണ്ടിക്കാണല്ലോ മൈലേജ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൈലേജും ഉണ്ടാവും, ഓട്ടോമാറ്റിക്കുമായി നമുക്ക് യൂസ് ചെയ്യാം. ക്ലച്ചിൽ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് കൂടുതൽ ഈ ലേഡീസ് ഒക്കെ പോകാനുള്ള കാരണം ക്ലച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം വരുന്നില്ല, മാനുവലിൽ മൈലേജും കിട്ടും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം. ഇതാണ് ശരിക്കും കമ്പനി അടക്കം പറയുന്ന ഒരു കാര്യമെങ്കിലും ഓട്ടോമാറ്റിക് ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ടർബോ ആണ് എഞ്ചിൻ വരുന്നത്, 1 ലിറ്റർ ടർബോ ആണ് എഞ്ചിൻ വരുന്നത്. 1-2 കിലോമീറ്റർ മാക്സിമം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിന്റെ വ്യത്യാസം. അതും ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചേ കിട്ടുള്ളൂ. ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു 12 മുതൽ 15 മൈലേജ് പ്രതീക്ഷിക്കാം. അതായത് നമ്മളിപ്പോൾ നേരത്തെ ആ ടൊയോട്ടയുടെ വണ്ടിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ തന്നെ അതൊരു സ്റ്റാൻഡേർഡ് മൈലേജ് അത് നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ i20 പെട്രോൾ ആണെങ്കിലും 12 മുതൽ 15 വരെ മൈലേജ്. അതാണ് അതിന്റെ ഒരു. ഈ ഹുണ്ടായി വണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ 7 വർഷം വരെ വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. 5 വർഷം വരെ ആയിരുന്നു അവർക്ക് മാക്സിമം ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 7 വർഷം വരെ ആയിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2028 വരെ ഈ വണ്ടിക്ക് വാറണ്ടി വെച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9ാം മാസം വരെ വാറണ്ടി ഉണ്ട്. 24 9ാം മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. ഇനി അത് 4 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. 2028 വരെ ഈ വണ്ടി വാറണ്ടി പീരീഡിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല. ഒരു വർഷത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10 രൂപയ്ക്ക് വാറണ്ടിക്ക് വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 40,000 രൂപ. അതെ, 40,000 രൂപ കൂടെ മുടക്കി കഴിഞ്ഞാൽ 2028 വരെ ഈ വണ്ടി വാറണ്ടിയിൽ സർവീസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളൂ. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ വണ്ടിക്ക് തോന്നുന്ന ഒരു മാസത്തിനുള്ളിൽ സർവീസ് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം കിലോമീറ്റർ ഓടിയിട്ടില്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമായി ടച്ചപ്പ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. ബാക്ക് റിയർ ബമ്പർ എങ്ങാണ്ട് ഒരു പെയിന്റിംഗ് ഉണ്ടല്ലേ? പിന്നെ എന്തോ പക്ഷെ അത് നല്ല ഫിനിഷിംഗ് ആണ്, നല്ല വൃത്തിക്കാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് 9,90,000 പ്രൈസ് ഇട്ടത്. 9,90,000 കുറയാണ്ടോ? ചെയ്തു കൊടുക്കാം. 13ന്റെ ഒക്കെ മുകളിൽ റേറ്റ് വരുന്നുണ്ട് പുതിയതിനല്ലേ? ഓക്കെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് വെറും 18,000 ഓടിയിട്ടുള്ളൂ. 17,000 ഓടിയിട്ടുള്ളൂ. ചിന്തിക്കേണ്ട, സർവീസ് വരെ ഇപ്പൊ ജസ്റ്റ് ക്ലീൻ ആണ്. ഓക്കെ. എന്നാലും 9,90,000 രൂപ ആർക്കെങ്കിലും വേണം നോക്കിയോ. ഏറ്റവും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോമഞ്ചറിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി അല്ലേ? അവസാനത്തെ വണ്ടി നല്ല കിടിലിനൊരു പ്രസയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലാന്ന് തോന്നുന്നു. VXi ആണ്. VXi ആണെങ്കിൽ പോലും ബട്ടൺ ഷാട്ട് അടക്കം ഇതിനകത്ത് വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VXi ഓപ്ഷനിൽ വരുന്നതുകൊണ്ടാണ്.
അലോയ് വീൽസ് ഉണ്ടാവില്ല, പക്ഷെ പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ബട്ടൺ സ്റ്റാർട്ട് വരും, എല്ലാം വരും. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ കമ്പനിയും ചെയ്തതല്ലേ? ചെയ്താണ്. പിന്നെ മോഡൽ ഏതാ? 2022 മോഡലാണ്. 22. എക്സാക്ട് ഡെലിവറി പറഞ്ഞുതരാം. 21/2/2022 ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് ലേശം കൺജസ്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ചോദിച്ചാൽ അയച്ചു. പ്രോബ്ലം കൊണ്ട് മാക്സിമം. പിന്നെ പെട്രോൾ ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. 15ന്റെ മുകളിലായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമർ ഫീഡ്ബാക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവരും ഒരുപോലെ അല്ല. കുറച്ചൊന്ന് സ്പീഡിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവും. അതെ അതെ. അപ്പൊ നമ്മൾ നോർമലി എന്താ അറിയോ, അപ്പൊ ഒന്നാമത് വെയിറ്റ് കുറവുള്ള വണ്ടിയാണ്. 15ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമർ ഫീഡ്ബാക്ക്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ വെന്യൂനെ ഇതും വെച്ച് നോക്കുമ്പോൾ ഏകദേശം വെയിറ്റും കാര്യങ്ങളൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് പെട്രോൾ ആണ്, കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. മാരുതി എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയും വളരെ ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെ അതെ. മെയിൻ്റനൻസ് ആണെങ്കിലും പാർട്സ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും എവിടെ പോലും കിട്ടും. അത് കിട്ടും. അങ്ങനെ ഒരു ഗുണമാണ് കേട്ടോ. ഒന്നും മാറിയിട്ട് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. കറക്റ്റ്. ഓക്കെ. കിലോമീറ്റർ 25,000 കിലോമീറ്റർ. 25. ഇസ്റ്റർ എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. നല്ല നീറ്റാണ്. പ്രത്യേകിച്ച് ഇതിന്റെ കളർ ഒരു പ്രത്യേക കളറും കൂടിയാണ്. നല്ല വൃത്തിയുള്ള കളറാണ് അല്ലേ? എനിക്ക് തോന്നുന്നു 25 ഓടി ടയറാണല്ലേ? ആ വണ്ടി വന്നപ്പോൾ ടയറാണ് മാറിയിട്ട്. മാക്സിമം ഒരു 10,000 കിലോമീറ്റർ അങ്ങ് അറ്റം പോയാൽ ഓടിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ അത് മാറേണ്ടി വരും. 35 മാക്സിമം കിട്ടാറുള്ളൂ എന്നാണ് പറയുന്നത്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ ഓടിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഒരു 3000 കിലോമീറ്റർ കൂടുമ്പോൾ അലൈൻമെന്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടയറിന് കിട്ടും. അതെ അതെ അതെ. പിന്നെ എന്താ ടയർ ഊരി തിരിച്ചിട്ട് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് ലൈഫ് കിട്ടും. പക്ഷെ അതൊന്നും എല്ലാവർക്കും അറിയില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയതാണ് അതിന്റെ ഒരു ചിന്താഗതി. സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ആ ഒരു കമ്പോണൻസ് മാത്രമേ അതിൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. പക്ഷേ ഈ അലൈൻമെന്റ് ഒക്കെ നമ്മൾ എപ്പോഴും ഒരു 3000 കിലോമീറ്റർ കൂടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെറിയ എമൗണ്ട് അല്ലേ വരുന്നത്. 500 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എപ്പോഴും നിൽക്കും. അതേമാതിരി ടയർ പ്രഷർ കറക്റ്റ് ആക്കി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് നല്ല ലൈഫ് കിട്ടും. എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 945 റേറ്റ്. 945 അല്ലേ? പിന്നെ അതായത് 22 വണ്ടിയാന്ന് ആലോചിക്കണം. അതിനേക്കാളും വില കുറച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം. അത് 990 ആയിരുന്നു പറഞ്ഞത്. 945 എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഒരു എക്സിക്യൂട്ടീവ് വണ്ടി എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഒരു ഡിസൈൻ ആണെങ്കിലും എല്ലാം അല്ലേ? സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ലോണും മാക്സിമം കയറൂലേ? ലോണൊക്കെ 22 വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം രൂപ മാക്സിമം പോലെ ഇറക്കാൻ. ആ ഒരു 1 lakh ഒക്കെ ഓൾമോസ്റ്റ് മതിയാവും. 22 വണ്ടിയല്ലേ? അത്ര കുറഞ്ഞ ഓട്ടോ അല്ലേ ഓടിക്കോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളുടെ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കൂലേ? അയച്ചു കൊടുക്കാം. പിന്നെ ലൊക്കേഷനോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും അയച്ചു തരും. അപ്പോൾ പാവങ്ങാടുള്ള, അതായത് കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട്, എക്സാക്ട് സ്ഥലം പാവങ്ങാട്, ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഓട്ടോ വെഞ്ചർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കൊടുവള്ളിയിൽ വേറെ ഒരെണ്ണമുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടി കുറേ എണ്ണം ഉണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കുറേ നേരമായി പറയുന്നു, ചൂടാണ്, മടുപ്പിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടലിനും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും